ഹലോ ഗോകുൽ. എടോ താനിപ്പോ എവിടെയാ? ഓട്ടോയിലാണോ? അതെ, അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. വഴിയിൽ തടഞ്ഞു നിർത്തിയ ഗൂഗിൾ സാർ സംസാരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? അത് അദ്ദേഹം മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല, അപ്പോഴത്തെ മാനസികാവസ്ഥ ചെയ്തു പോയതാ. വക്കീലെ, ഇന്ന് തന്നെ നമുക്ക് സാറിനെ ഒന്ന് കാണണം. എനിക്കിനി ഒട്ടും കാത്തിരിക്കാൻ വയ്യ വക്കീലെ. വൈകുന്ന ഓരോ നിമിഷവും എന്റെ അർച്ചനയും മോളും എന്നീന്ന് അകന്നു പോവുക. സച്ചി ഒന്ന് അടങ്ങ്. ഗൂഗിൾ സാറിന്റെ വഴി തടഞ്ഞതുകൊണ്ട് നമുക്ക് തന്നെയാ പ്രശ്നം ഉണ്ടായത്. പെട്ടെന്നൊരു കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറല്ല. സച്ചി, ഇനി നമ്മൾ തിടുക്കം കാണിച്ചാ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കേയുള്ളൂ. പിന്നെ എപ്പോഴാ വക്കീലെ? എന്റെ ജീവിതം ഇരുട്ടിലായി നിൽക്കുമ്പോ അയാൾ അവിടെ AC മുറിയിലിരുന്ന് തിരക്കാണെന്ന് പറഞ്ഞാ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? വക്കീലെ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും ആ മീറ്റിംഗ് ഒന്ന് അറേഞ്ച് ചെയ്യണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ. സച്ചി, എനിക്ക് സച്ചിയുടെ സങ്കടം മനസ്സിലാവും. ഞാൻ നോക്കുന്നുണ്ട്, എല്ലാം ശരിയാവും. ഞാനേ ഇപ്പൊ ഒരു ഇമ്പോർട്ടന്റ് കേസിനായി കോടതിയിലേക്ക് ഇറങ്ങുക. എങ്കിൽ ഞാൻ കോടതിയിലേക്ക് വരട്ടെ? വേണ്ട വേണ്ട, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ ഗൂഗിൾ സാറിനെ വീണ്ടും കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് വൈകിട്ട് നേരിട്ടുണ്ട് സംസാരിക്കാം. എന്താ അതുപോലെ? വക്കീലെ, ഈ ലോകത്ത് എന്റെ കൂടെ നിൽക്കാൻ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ വക്കീല് മാത്രമേ ഉള്ളൂ. വക്കീൽ എന്നെ കൈവിട്ട പിന്നെ സച്ചി എന്നൊരാളുണ്ടാവില്ല. സച്ചി, അർച്ചനയ്ക്ക് വേണ്ടിയ സച്ചി കരയുന്നു. പക്ഷെ ആ കണ്ണുനീര് കാണുമ്പോ പിടയുന്നത് എന്റെ നെഞ്ച. വക്കീൽ എന്തോന്നും മിണ്ടാത്തെ? എനിക്ക് വേണ്ടി സംസാരിക്കാൻ വക്കീലിന് എന്തെങ്കിലും മടിയുണ്ടോ? സച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സച്ചി ഞാൻ കൈവിടില്ലെന്ന് സച്ചിക്ക് അറിയാലോ. സച്ചി വീട്ടിൽ പോയി സമാധാനായിട്ടിരിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഹലോ സച്ചി, ഹലോ. എന്റെ ദൈവമേ, സച്ചി ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ എന്റെ അർച്ചനെ തെരഞ്ഞുള്ള ഓട്ടത്തില. അവളെ അന്വേഷിച്ച് ഞാൻ ഈ ലോകം മുഴുവൻ തെരഞ്ഞു. ഇനി തിരയാൻ ഒരിടവും ബാക്കിയില്ല. ഒടുവിൽ ഞാൻ എന്റെ അർച്ചനെ കണ്ടെത്തിയത് സാറിന്റെ കൂടെയാ. എവിടെ വെച്ച് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചു. അത് ദൈവത്തിന്റെ തീരുമാനമായിരുന്നു. ഒരു ദാമ്പത്യ ജീവിതം ഇതുവരെ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇനി അത് വൈകിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഹലോ ഗോകുൽ. എടോ താനിപ്പോ എവിടെയാ? ഓട്ടോയിലാണോ? അതെ, അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഗൂഗിള് ഓഫീസിൽ തന്നെ അല്ലേ? അല്ല, ഞാൻ വേറൊരു കാര്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയതാ. എടോ, ഞാൻ ഒരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. എന്താ ഗൂഗിൾ? ഞാൻ ഇന്ന് ഇത്തിരി നേരത്തെ വരാം. നമുക്ക് ഈവനിങ് ഒരു മൂവിക്ക് പോയല്ലോ? അത് പിന്നെ എന്താടോ, തനിക്ക് മൂവിയാണ് താല്പര്യമില്ലേ? ഇല്ലെങ്കിൽ വിട്ടേരെ. അതല്ല ഗൂഗിൾ, എനിക്ക് സിനിമ കാണാനുള്ളൊരു മൂഡില്ല. ഓക്കെ, എങ്കിൽ പിന്നെ നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാം. എന്തായാലും ഇന്ന് എനിക്കൊരു സർപ്രൈസ് ഉണ്ട്. പക്ഷേ എന്ത് സർപ്രൈസ്? അത് പറഞ്ഞ സർപ്രൈസ് പോയില്ലേ? ഈവനിങ്ങില് സർപ്രൈസ് കൈ കിട്ടുമ്പോൾ അറിഞ്ഞാൽ മതി അതെന്താണ്. അപ്പൊ ശരി, വൈകിട്ട് കാണാം. ശരി.
കാണും, ഇതാ എന്റെ ഭ്രാന്ത്. സർ സർ തിരക്കാണെന്നറിയാം, പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം അതിലൊരു ഉപേക്ഷയും വിചാരിക്കരുത്. ഇന്ന് രാവിലെ ഉണ്ടായ കാര്യങ്ങൾ തന്നോട് ഞാൻ പറഞ്ഞല്ലേ. അയാൾക്ക് ഭ്രാന്താണെങ്കിൽ വല്ല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ചികിത്സിപ്പിക്കണം, അല്ലാതെ എന്നെ എന്റെ കുടുംബത്തെയും ബുദ്ധിമുട്ടിക്കാൻ പിന്നാലെ വരരുതെന്ന് പറയണം. സർ, കാര്യങ്ങൾ സാറ് വിചാരിക്കുന്നതിനേക്കാളും ഗുരുതരമാ. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഒരു നല്ല ഡോക്ടറെ കാണിക്കാൻ ഞാൻ പറഞ്ഞത്. രാവിലെ നട റോഡിൽ അയാളുണ്ടാക്കിയ പ്രശ്നങ്ങളെന്താ കണ്ടില്ലല്ലോ. അയാളുമായിട്ട് ഒരു നല്ല സൗഹൃദം ഉണ്ടായിപ്പോയി, അല്ലെങ്കിൽ എന്റെ പ്രതികരണം ഇങ്ങനൊന്നും ആവില്ലായിരുന്നു. സർ സർ സത്യം തിരിച്ചറിയുമ്പോ ഏതൊരാളും ഇതുപോലൊരവസ്ഥയിൽ ഭ്രാന്തനായി പോവും. പ്രത്യേകിച്ച് സച്ചിയെ പോലൊരാള്. നഷ്ടപ്പെട്ടു പോയ ഭാര്യ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി. ഇങ്ങനൊരു സാഹചര്യത്തില് സാർ അയാൾ കുറച്ചുകൂടി മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അയാളുടെ ഭാര്യ നഷ്ടപ്പെട്ടതിന് ഉത്തരവാദി ഞാനാ? ആരതി, പ്ലീസ്, തന്നോടുള്ള താല്പര്യം കൊണ്ട് പറയാ, എനിക്കിനി അയാളെ കാണണ്ട. ഇനി അയാളെക്കുറിച്ച് ഒരക്ഷരം കേൾക്കാനും താല്പര്യമില്ല. സർ, സച്ചിയുടെ ജീവിതം സാർ കരുതുന്നത് പോലെ അല്ല. സച്ചിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അടുത്ത് നിന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ദയവ് ചെയ്ത് സാർ സച്ചി ഒന്ന് കാണണം. ആരതി എന്തിനാണ് ആ മനുഷ്യനോട് ഇങ്ങനെ ശുപാർശ ചെയ്യുന്നത്? അയാളുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എനിക്കതിൽ സഹതാപമുണ്ട്. എന്ന് വെച്ച് അയാൾ കാണിക്കുന്ന തെമ്മാടത്തിനങ്ങൾക്ക് മുഴുവൻ സപ്പോർട്ടുമായിട്ട് താൻ വരുന്നത് വലിയ കഷ്ടമാണ്. എടോ, അയാൾ കാരണം എനിക്കും എന്റെ കുടുംബത്തിനുണ്ടായിരിക്കുന്ന മാനസമാനക്കേട് എത്രയാണെന്ന് തനിക്കറിയാവുന്നതല്ലേ. അയാൾ കാരണം ശിവയോട് ആശ്രമത്തിലെ പൂജ പോലും മുടങ്ങിയില്ലേ. സച്ചിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോ അതൊക്കെ എനിക്ക് വളരെ നിസ്സാരമായിട്ടാ തോന്നുന്നത് സർ. സാറിനത് ബോധ്യപ്പെടണമെങ്കിൽ സച്ചിയോടൊന്ന് നേരിട്ട് സംസാരിക്കണം. സച്ചിയോടുള്ള ആരൊരു സെന്റിമെന്റ്സ് ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ അയാളുടെ തെമ്മാടത്തിനങ്ങൾക്ക് ഇനി താൻ കൂട്ടു നിൽക്കരുത്. സോറി, ആർദ്ര പോലും എനിക്ക് മുഖം കറുത്ത് സംസാരിക്കേണ്ടി വരും. അത് സാരമില്ല സർ. പക്ഷേ സച്ചി കാണിച്ചത് തെമ്മാടിത്തരാണെന്ന് സാർ മുദ്ര കുത്തുന്നതിന് മുമ്പ് സാർ ചില കാര്യങ്ങൾ അറിഞ്ഞേ പറ്റൂ.